ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ വന്നിട്ട് മിസ്റ്റർ മണ്ടപ്പൻ എന്ന കഥയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മിസ്റ്റർ മണ്ടപ്പൻ. പത്രക്കാരൻ അപ്പന്മാരുടെ വീടിന് മുമ്പ്. ചൂടുള്ള വാർത്തകൾ. കൈക്കൊള്ളൂ ചേട്ടാ. അണ്ണേ, പത്രത്തോടൊപ്പം ഒരു നോട്ടീസുമുണ്ടല്ലോ. പത്രത്തിൽ ഉള്ളതിനേക്കാൾ പേജുകളുണ്ടല്ലോ നോട്ടീസുകൾ. പരസ്യമാ മച്ചു. സിറ്റിയിൽ പുതിയ ഹോട്ടൽ തുറന്നു എന്ന്. അത് കൊള്ളാം. എന്നാൽ ഇന്നത്തെ പ്രാതൽ അവിടെ ആകാം. ഓഫർ വിലയിൽ വയറു നിറക്കാം. എന്നാൽ വണ്ടിയെടു മച്ചു. അപ്പന്മാർ ബൈക്കിൽ. എനിക്ക് ഫിഷ് ചില്ലി മതി. എനിക്ക് ചിക്കൻ പൊള്ളിച്ചത്. വേഗം വിട് മച്ചു. വായിൽ കപ്പലോടുന്നു. എൻ്റെ വയറ്റിൽ തീ കത്തുന്നുണ്ട്. വിശന്നിട്ട് കണ്ണു കാണുന്നില്ല. അപ്പന്മാർ ഹോട്ടലിലേക്ക്. കമോൺ അപ്പന്മാരെ, ഒരു ഫിഷ് ചില്ലി വരട്ടെ. ഒരു ചിക്കൻ പൊള്ളിച്ചത് ഇവിടെയും. എഗ് മച്ചലി ഓർ എഗ് മുർഗി. എല്ലായിടത്തും ബംഗാളികളാണല്ലോ മച്ചു. ശരിയാ, നമ്മുടെ ജോലിയും പോകുമെന്നാണ് തോന്നുന്നത്. മിക്കവാറും നമ്മൾ അവർക്ക് കീഴിൽ ജോലി ചെയ്യേണ്ടി വരും അല്പനേരം കഴിഞ്ഞ്. ഓർഡർ ചെയ്ത ഭക്ഷണം എത്തുന്നില്ലല്ലോ മച്ചു. നമുക്ക് വേണ്ടി സ്പെഷ്യൽ തയ്യാറാക്കുകയായിരിക്കും. ഉച്ചയാകുമ്പോഴേക്കും എത്തിയാൽ മതിയായിരുന്നു. ദേ വരുന്നു. ഹായ്, വന്നല്ലോ മനവാല. കൈ കഴുകി വരാം മച്ചു. എന്നാൽ തുടങ്ങിയാലോ? പിന്നെന്താ, ഇനി ആരെയാ കാത്തിരിക്കുന്നത്? സെയിം, ഫ്രിഡ്ജിൽ നിന്നെടുത്ത ഫിഷ് ചില്ലി. ഇതെന്താ അണ്ണേ, മൈദയോ കടലമാവോ? ഏതോ പുളിച്ചുമാവാണെന്ന് തോന്നുന്നു. മുള്ളും മണവും മാത്രം. ഫിഷ്. ശരിയാ അണ്ണേ, സ്മെൽ ഓൺലി ചിക്കൻ. ഇത് പുതിയ വല്ല വിഭവവുമാണ്? ഓർ ക്യാ ചാഹിയേ സർ? കോയി നഹി ഭായ്. ഓക്കെ സാഹബ്. ഈ പഴകിയ ഭക്ഷണത്തിന് 2000 രൂപയോ? ഗുഡ് മോർണിംഗ് അപ്പന്മാരെ. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് പുതിയ ഹോട്ടലിലെ ഫുഡ്? ഹോട്ടൽ പുതിയതാണെങ്കിലും ഫുഡ് പഴയതു തന്നെ. അടുക്കളയിൽ. അപ്പന്മാർ വിശന്നിട്ട് കഴിച്ചതാണ് ഭക്ഷണം പഴകിയതാണെന്നറിഞ്ഞാൽ നമ്മൾ പെട്ടതു തന്നെ. പതിയെ മുങ്ങും. ഉടമകൾ മുങ്ങിയതു കണ്ട് ക്യാഷർ വെപ്രാളത്തിൽ. എന്തടാ നിനക്കൊരു പെരുങ്ങൽ? അത് സോറി സർ. തുറന്ന ദിവസം തന്നെ പഴകിയ ഭക്ഷണം വിറ്റ ഹോട്ടലിന് പൂട്ടിയിടാൻ സഹായിച്ചതിന് നന്ദി അപ്പന്മാരെ. അണ്ണേ, വയറിന് എന്തോ അസ്വസ്ഥത തോന്നുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.